ബത്താളുകൾക്കും ബന്ധുക്കൾക്കും കുറവില്ലാത്ത ദേ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു ബന്ധു ദിവസമായ ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഞങ്ങൾ നേരത്തെ അറിഞ്ഞതുകൊണ്ട് താമസിച്ചുറങ്ങി, പിന്നെ താമസിച്ചെണീറ്റു. എന്തായാലും രാവിലെ ആയപ്പോഴത്തേക്ക് വിശന്ന് സഹിക്കാൻ വയ്യ, എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ വേഗം തന്നെ കിച്ചണിൽ കയറി. അപ്പോൾ തന്നെ മണി 10 കഴിഞ്ഞിട്ടുണ്ട്. വിശപ്പിന്റെ വിളി 3 പേർക്ക് നന്നായിട്ട് വന്നും തുടങ്ങി. വേഗം തന്നെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും കൂടെ ഇടിച്ചിട്ട് ഞാൻ അതിലിട്ടു. അതിനുശേഷം 2 സവാള അരിഞ്ഞതും ഒരു 2 തക്കാളി, കുഞ്ഞു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചിക്കനും കഴുകിയതിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് അവനെ വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് നമ്മൾ വിസിലൊന്നും ഇടണ്ട. അതിനൊന്ന് പ്രഷർ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാവുന്നതാണ്. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് അതിലേക്ക് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് കടുക് ആദ്യം ഇട്ട് പൊട്ടിക്കണം. അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില എന്നിവയും ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മുളക്. അതായത് വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് മാത്രം നിങ്ങൾ ഇട്ടാൽ മതിയാവും. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് ഇനി അവനെ ഒന്ന് വറുത്തെടുക്കണം. എന്തായാലും അതിനെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒരുപാട് കരിയാൻ പാടില്ല. ജസ്റ്റ് നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് അരപ്പതൊന്ന് ചൂടാക്കിയിട്ട് ഇറക്കുക. പിന്നെ അതേ പ്രഷറൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മുടെ മസാല കൂട്ടുകൾ എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിനെ ഒന്ന് വേവിക്കാൻ വെക്കണം. ഒരുപാടൊന്നും വേവിക്കാൻ, കാരണം വെച്ചാൽ വെന്തിരിക്കുന്ന ചിക്കനാണ്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് അതിൻ്റെ ആ ചിക്കനിലൊന്ന് അരപ്പ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അത് എൻ്റെ ചിക്കൻ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവനെ അങ്ങ് ഇറക്കി വെച്ചു. ഇനി എങ്ങനെയെങ്കിലും പ്ലേറ്റ് എടുത്ത് പോയി ഫുഡ് കഴിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് പോലെ 2 പേരും എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇന്ന് വേഗം തന്നെ എൻ്റെ പണി ഒതുങ്ങി കിട്ടിയത്. എന്തായാലും ഈ കറി എന്ന് പറയുന്നത് ഒരു വറുത്തരച്ചതിൻ്റെയും പിന്നെ ഒരു മുളക് പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു മണവും രുചിയൊക്കെ, അങ്ങനത്തെ ഒരു കറിയാണ്. അത് ഈ ഒരു രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ന് അഭിപ്രായം പറയുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഞാനൊന്ന് ചപ്പാത്തിയും ചിക്കനും കൂടെ കഴിച്ചോട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.